ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നതിൽ ഈ വീട്ടിൽ ആരുമില്ലാത്ത ടൈം, അതായത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈം എനിക്കൊന്ന് ഓർഡർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഫുഡിന് വേണ്ടി. അപ്പോൾ ആ ഡെലിവറി പയ്യനുമായിട്ടുണ്ടായ എൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തമ്മിൽ കൊടുത്ത പോലെ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്നും അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. വീട്ടിൽ എപ്പോഴും എൻ്റെ അമ്മയും അച്ഛനും എവിടെയെങ്കിലും പോകുന്ന ടൈം ഞാൻ വീട്ടിൽ ഒറ്റക്കായിരുന്നു. ആ ടൈം എനിക്ക് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും എനിക്ക് 200 രൂപ കയ്യിൽ തന്ന് പറയും, നീ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിച്ചോ. അതായത് ഫുഡ് ഓർഡർ ചെയ്യാൻ. നിങ്ങൾക്കറിയാലോ, സ്വിഗ്ഗി, ഡെലിവറി, സൊമാറ്റോ, അതായത് അതുപോലെ തന്നെ പെപ്പർ, ഡെലിഷ് ഗോ ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വേണ്ടത് വാങ്ങി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരെങ്കിലും ആയിട്ട് 200 രൂപ തരും. ഞാൻ അതിൽ എന്തെങ്കിലും ക്വാർട്ടർ മന്തിയോ പൊറോട്ടയോ എന്തെങ്കിലും വാങ്ങിയിട്ട് കഴിക്കാറാണ് പതിവ്. അങ്ങനെ ഇപ്പോഴും ഞാൻ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു ഞായറാഴ്ച ഞാൻ എഴുന്നേറ്റു. 11 മണിക്കായിരുന്നു ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എഴുന്നേറ്റു. ഞാൻ ഈ പല്ലൊക്കെ തേച്ചിട്ടായിരുന്നു റൂമിലത്തെ ബാത്റൂമിൽ നിന്ന് തന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി AC ഒക്കെ ഓഫ് ചെയ്ത് ഫാൻ ഓഫ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി അപ്പുറോട്ട് കിടക്കുമ്പോഴേക്കും അവിടെ എങ്ങാനും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് അച്ഛനും ഞാൻ ഒറ്റൊരു മോളായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറം ഇറങ്ങുമ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ വീട് മുഴുവനും പരുതി. ഇവരൊക്കെ ഇത് എവിടെ ഈ രാവിലെ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വേഗം തന്നെ എന്താക്കി, ഡ്രസ്സൊക്കെ മാറ്റി TV വെച്ച് ഞാൻ അമ്മയ്ക്ക് വിളിച്ചു, അമ്മേ ഇത് എവിടെയാ അമ്മേ, എന്താ എഴുന്നേൽക്ക് പോയി, കാര്യം ഇവിടെ ഇല്ലല്ലോ, നിങ്ങളൊക്കെ എവിടെയാ പോയെന്ന് എന്നോട് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാനിപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും വരും, നിനക്ക് രാവിലെയുള്ള ഫുഡ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിച്ചണിലൊക്കെ പോയി രാവിലത്തെ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. ഞാൻ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഈ നമ്പർ കൊടുത്തതെന്ന് വെച്ചാൽ, ഞാൻ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു സംഭവം, ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതായത് വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ഇതുപോലുള്ള വീഡിയോ കോള്, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിംഗ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഒരു സ്കാനർ ഇടും. അതിൽ 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ ഞാൻ ഉടനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിലൊരു അടിപൊളി ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ മാത്രമല്ല, പച്ചക്ക് വീഡിയോ കോള്, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിങ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പം ഞാൻ അതിലൊരു സ്കാനർ ഇടും. മാത്രമല്ല സ്കാനർ ഇടുമ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാരുടെ വോയിസ് ഇങ്ങനെയാണ് ഉണ്ടാവാറ്. എന്താണെന്ന് വെച്ചാൽ, അതെങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണെന്ന് ഒന്നും അറിയാണ്ട് നമ്മൾ പേ ചെയ്യുക. അന്നെങ്കിലും ഒരു വോയിസ് ഇടും, ഇല്ലെങ്കിൽ ഒരു ഡെമോ പിക്ക് ഇടും, ഇല്ലെങ്കിൽ ഒന്ന് കോൾ അറ്റൻഡ് ചെയ്യും. അതിനൊന്നും പറ്റൂല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലാണ്ട് എന്നോട് നീ അത് ചെയ്, നീ ഇത് ചെയ്, നീ എൻ്റെ കോളൊന്നും എടുക്ക്, ഒരു മിനിറ്റ് വീഡിയോ കോൾ വാ, ആളെങ്ങനെയാണെന്ന് അറിയാണ്ട് എങ്ങനെ പേ ചെയ്യാറ്, അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയക്കണ്ട. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ചോദ്യം ഒന്നും ചോദിക്കൂല എന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞാനൊരു സ്കാനർ ഇടും. അതിൽ 500 രൂപ പേ ചെയ്ത് ആ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ആക്കിയാൽ നിങ്ങൾ ഞാൻ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പർ ആയിരിക്കില്ല, നിങ്ങൾ പേ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഞാൻ വേറൊരു വാട്സപ്പ് നമ്പർ ആയിരിക്കും തരാറ്. പിന്നെ അതിലായിരിക്കും മെസ്സേജ്. കാരണം ഞാൻ ഈ വാട്സപ്പിൽ അങ്ങനെ ആക്റ്റീവ് ആവില്ല. ഞാൻ എപ്പെങ്കിലും ഇപ്പം ഞാൻ വീഡിയോസ് ഇടുന്നത് രാവിലെ, ഇന്നാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ആക്റ്റീവ് ആവും. അപ്പം ഞാൻ അതിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. കഥ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ എന്താക്കി, TV ഒക്കെ വെച്ച് നല്ല ചായയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചായ ഞാൻ കുടിച്ചു. TVയുടെ മുമ്പിൽ ആദ്യം ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് ഫോണൊക്കെ നോക്കി. പിന്നെ എനിക്ക് വിശങ്ങാൻ തുടങ്ങി. ഒരു 12 മണിയാകുമ്പോൾ ഞാൻ 11 മണിക്കായിരുന്നു എഴുന്നേറ്റത്. അങ്ങനെ 12 മണിയായ ഉടനെ ഞാൻ അമ്മ വെച്ച് തന്ന ഭക്ഷണവും ഒക്കെ തന്നെ ഞാൻ കഴിച്ചിട്ട് പിന്നെ ഒരു 2-3 മണിയാകുമ്പോഴേക്കും ഇവർ അഡ്രസ്സേ ഇല്ല. എനിക്കാണെങ്കിൽ വിശന്ന് പണ്ടാരടങ്ങണം. ഞാൻ അപ്പം തന്നെ അമ്മക്ക് വിളിച്ചു. എന്നിട്ട് അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ എവിടെ അമ്മ, എനിക്ക് വിശന്ന് ഇവിടെ ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല, എന്തുമില്ല. ഞാൻ രാവിലെ എനിക്ക് ആകെ 3 പൂരിയായിരുന്നു അമ്മ ചുട്ടിട്ടുണ്ടായിരുന്നത്, 3-4 പൂരി, അതും കോഴി പൊരിച്ചും കൂട്ടി ഞാൻ കഴിച്ചു. ഇനിയിപ്പം എനിക്ക് വിശക്കുന്നു. അപ്പം അമ്മ പറഞ്ഞു, അവിടെ കപ്പാട്ടിൽ ഓട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഓട്സ് അതൊന്നും വേണ്ട, എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നു പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ അന്നൊരു 200 രൂപ സെൻഡ് ചെയ്ത് തരാം, നീ 140 രൂപയുടെ സദ്യ ഉണ്ട്, അതായത് ഓൺലൈനിൽ സദ്യ കിട്ടും, അത് ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിൽ എനിക്ക് സദ്യ തിന്നാൻ പൂതിയായിട്ട് വയ്യാത്ത സമയമായിരുന്നു. എനിക്ക് നല്ല കൊതിയായി. അമ്മ അങ്ങനെ പറഞ്ഞ ഉടനെ ആ കോള് കട്ട് ചെയ്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, ഓക്കെ അപ്പം ഞാൻ ഓർഡർ ചെയ്ത് എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം തന്നെ തപ്പി അവിടെ നല്ല ഓഫറിൽ കിട്ടിയ ഒരു സദ്യ, 130 രൂപയ്ക്ക് തന്നെ ഒരു സദ്യ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഓർഡർ ചെയ്തു.
മാത്രമല്ല ബാക്കി അമ്മ അയച്ചതിൽ 70 രൂപ ഉണ്ടായിരുന്നു. അതിലൊരു ജ്യൂസ് ഓർഡർ ചെയ്തു. അങ്ങനെ വേഗം തന്നെ ബാക്ക് അടിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മ 200 രൂപയ്ക്ക് ഞാൻ ജ്യൂസും ഒരു 70 രൂപയുടെ ജ്യൂസും 130 രൂപയുടെ സദ്യ ഓർഡർ ആക്കിയിട്ടുണ്ട് അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ആ ശരി മോളെ എന്ന് പറഞ്ഞ് അമ്മ കോൾ കട്ട് ചെയ്തു. അങ്ങനെ ഞാൻ പിന്നെ ഡെലിവറി ബോയിയെ കാത്തിരുന്ന് അതായത് അതിൽ പറഞ്ഞത് 35 മിനിറ്റ് എന്നായിരുന്നു. അങ്ങനെ ആ 35 മിനിറ്റ് ഞാൻ വിചാരിച്ചു കുറച്ച് ടി വി നോക്കാം. അങ്ങനെ ടി വി ഒക്കെ നോക്കി. പിന്നീട് ഞാൻ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രീതിയിൽ അലക്കി നല്ല രീതിയിൽ മിനുക്കി വെച്ച ടൈമായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്താന്ന് വെച്ചാല് ഡോറ് തുറന്നിടാം. ഡെലിവറി ബോയ് സ്ഥിരം വരുന്നവനായതുകൊണ്ട് ഡോറ് തുറന്നിടാം, അവൻ ഉള്ളിലേക്ക് വന്നോളും. അങ്ങനെ ഒരു 30 മിനിറ്റ് 35 മിനിറ്റിൽ 5 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞു. ബാക്കി 30 മിനിറ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചു സാധാരണ ഇപ്പോൾ ഒരു കാലില്ലാത്ത ടൈം ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ, അത് ചെയ്തുകൊണ്ടേയിരിക്കാന്ന് വിചാരിച്ചു. ആ ടൈം എനിക്ക് ഡോർ അടക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഡോറിൽ കുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. ഹാളിലത്തെ ഡോറും ഞാൻ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റൂമിൽ നിന്നും എൻ്റെ കാര്യങ്ങൾ സാധിച്ചു. പെട്ടെന്നായിരുന്നു ഒരു ശബ്ദം കേട്ടത്. എനിക്കാണെങ്കിൽ ആ ഒരു ഇതില് ഞാൻ ഈ ഫുഡ് ഓർഡർ ആക്കിയതും ഒന്നും ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ അതിൽ ലയിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് എന്തൊക്കെയോ സൗണ്ട് കേട്ടു. അപ്പം ഞാൻ വിചാരിച്ചു പൂച്ചയായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് കിടന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്നായിരുന്നു എൻ്റെ റൂമിലോട്ടേക്ക് ഒരു പയ്യൻ വരുന്നതും എന്നെ ഇങ്ങനെ കണ്ണോടെ കണ്ണ് നോക്കുന്നതും. ഞാനപ്പോ തന്നെ വേഗം ഒരു പുതപ്പെടുത്തിട്ടു. ഞാൻ ചോദിച്ചു എന്താ നീ ഇങ്ങനെ ചോദിക്കാതെയാ വരുന്നത്? അപ്പൊ പറഞ്ഞു ഞാൻ 1 മണിക്കൂറായി അവിടെ നിന്ന് ഡോറ് തട്ടിക്കൊണ്ട് ബെല്ലടിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞാ എഴുന്നേറ്റ് വാ, ഇവിടെ ഞാൻ ഫുഡും കൊണ്ട് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് നാണക്കടായി. ഞാൻ എങ്ങനെയാണ് ഇവന്റെ മുമ്പിലോട്ട് പോവേണ്ടത് എന്നുള്ള ചിന്തയായി എനിക്ക് മുഴുവനും. അങ്ങനെ ഞാൻ കണ്ണൊക്കെ അടച്ച് വേഗം വന്നു. ഞാൻ അവൻ്റെ ഒക്കത്തിരുന്നു. എന്നിട്ട് അവരോട് അയച്ചു എത്ര പൈസ? 200 രൂപ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം തന്നെ 200 രൂപ പേ ഒക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് ഞാൻ അവൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ചിരിച്ച് ഇങ്ങനെ തലയാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലോണം നാണക്കേടും എൻ്റെ എക്സ്പ്രഷൻ എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അന്ന് ഡെലിവറി ബോയ് എൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മെമ്പർഷിപ്പിലും ജോയിൻ ചെയ്യുക. നിങ്ങളെ ആ മെമ്പർഷിപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഇതുപോലുള്ള കഥകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.